അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD കുട്ടികളിൽ കണ്ടുവരുന്ന ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണിത്. ഈ ഒരു കണ്ടീഷനുള്ള കുട്ടികൾക്ക് അവർക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയേഴ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നുള്ള ഇഷ്യൂസൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഈ ഒരു സിംറ്റംസിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. അതിലൊന്നാണ് ഇൻഅറ്റൻഷൻ. ഇൻഅറ്റൻഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് ശ്രദ്ധയോടെ കേൾക്കാനോ അതിനെ കൃത്യമായി മനസ്സിലാക്കാനോ അവരുടെ കോൺസെൻട്രേഷനിലും അതുപോലെ തന്നെ അറ്റൻഷനിലും ഇഷ്യൂസ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയാതെ വരിക. നമ്മൾ പുതുതായിട്ടൊരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ ഒരു ടാസ്കോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും കുട്ടികൾക്ക് കഴിയാറില്ല. ഈ ഒരു കേസിലേക്ക് വരുമ്പം അവരുടെ സ്കൂൾ പെർഫോമൻസിൽ അല്ലെങ്കിൽ അക്കാഡമിക് പെർഫോമൻസിലൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാറുണ്ട്. അതൊരു അണ്ടർ അച്ചീവ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ കെയർലെസ് ആയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളും കാണാറുണ്ട്. കാരണം അവർക്ക് ശ്രദ്ധ കുറവായതുകൊണ്ടും അവർക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാൻ ശ്രദ്ധിക്കാനും കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും അവർ മറന്നു പോകുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എക്സസീവ് ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ്, ഫിഡ്ജറ്റിങ്, അതുപോലെ തന്നെ അവരുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. എക്സസീവ് ആയിട്ടുള്ള ടോക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ കണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള സിംറ്റംസ് കുട്ടികളിൽ കാണുകയാണെങ്കിൽ പേരൻസ് അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുകയും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുകയും അതിനെ കൺസൾട്ട് ചെയ്ത് മതിയായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുകയും അതുപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പിയിലൂടെയൊക്കെ കുട്ടികളെ മാനേജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ADHD ഉള്ള കുട്ടികളുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഏറ്റവും ക്ഷമയുള്ള മാതാപിതാക്കളാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം സാധാരണ കുട്ടികളെ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അത്രത്തോളം ക്ഷമയോട് കൂടി മാത്രമേ ADHD ഉള്ള കുട്ടികളെ നമുക്ക് പരിശീലിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു കെയറും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് നല്ലൊരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാം.